പാലാ സീറ്റിന്റെ പേരിൽ എൻസിപി മുന്നണി വിടുമെന്ന് കരുതുന്നില്ല എന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇസ്മായിൽ. പാല വിട്ടു നൽകില്ല എന്ന എൻസിപി നിലപാട് ന്യായമാണെന്നും എന്നാൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും ഇസ്മായിൽ ന്യൂസ് 8നോട് പറഞ്ഞു. ജയിച്ച സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് നൽകുന്നതാണ് LDF പൊതുമാനദണ്ഡം. അതുകൊണ്ടുതന്നെ പാലാ സീറ്റ് സംബന്ധിച്ച് എൻസിപി നിലപാട് ന്യായമാണ്. എന്നാൽ ജോസ് കെ മാണി LDFിലേക്ക് വന്ന സാഹചര്യത്തിൽ വിഷയം രമ്യമായി പരിഹരിക്കുമെന്നും എൻസിപി മുന്നണി വിടുമെന്ന് കരുതുന്നില്ലെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. പാലാ സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ജയിച്ചു. അതൊരു യാഥാർത്ഥ്യമല്ലേ? LDFിൻ്റെ പ്രതിനിധിയായിട്ട് ജയിച്ചതാണ്. അതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് അവർ പറയുന്നു. അവർക്ക് പറയാൻ അവകാശമുണ്ട്, അവർ പറയട്ടെ. ഈ സീറ്റിന്റെ പേരിൽ മുന്നണി വിടുമെന്ന് കരുതുന്നില്ല. ഞങ്ങൾ കരുതുന്നില്ല. അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയുന്നുണ്ട്, മറ്റവർക്ക് പറയാനുള്ളത് അവർ പറയുന്നുണ്ട്. ആ തർക്കങ്ങൾ നടക്കട്ടെ. മുന്നണിയിൽ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് അതിനെ സംബന്ധിച്ച് രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കും. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകും. 2 ടേം മാനദണ്ഡം എന്നതിനൊപ്പം വിജയസാധ്യത കൂടി കണക്കിലെടുത്താകും സ്ഥാനാർത്ഥി നിർണയം. തെരഞ്ഞെടുപ്പിൽ വിജയമാണ് ഏറ്റവും പ്രധാനം. നിലപാടുകൾ മാത്രമല്ല, വിജയം കൂടി ഒരു പ്രധാനമാണ്. അതുകൊണ്ട് വിജയസാധ്യത പ്രഥമ പരിഗണനയിൽ വരും. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ വിജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പ്രാദേശികമായിട്ടും ജില്ലയിലെയും സംസ്ഥാനത്തിലെയും കമ്മിറ്റികളുടെ പൊതുവെയുള്ള പരിശോധനയിൽ ബോധ്യമായാൽ അത് തീരുമാനിക്കും. അതിലൊന്നും ഒരു തർക്കമില്ല. ഇനി മത്സര രംഗത്തുണ്ടാവില്ല. തന്നെ പോലെ പ്രായമായവർ മാറി നിൽക്കണമെന്നാണ് അഭിപ്രായം. ഞാൻ ഈ തവണ മത്സരത്തിനുണ്ടാവില്ല. അത് സംശയരഹിതമായിട്ട് ഞാൻ പറയുകയാണ്, ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു നിശ്ചിത പ്രായമാകുകയും കുറച്ച് സമയം സ്ഥിരമായിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവാകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ തന്നെ. മണ്ണാർക്കാട് സീറ്റ് വ്യവസായിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കത്ത് നൽകിയതിൽ തെറ്റില്ല. എന്നാൽ മണ്ണാർക്കാട് CPI നിരവധി തവണ ജയിച്ച സീറ്റാണെന്നും അവിടെ ഒരു പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കൂടുതൽ സമയത്ത് ഞങ്ങളുടെ പാർട്ടി ജയിച്ചിട്ടുള്ള സ്ഥലമുള്ളത്. അപൂർവ ചില സമയങ്ങളിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവൻ തോൽക്കാനിടയാകുന്നത്, ആ തോൽവി ഈ മുറിച്ച് കിടക്കാൻ എന്താ മാർഗം എന്നൊക്കെ പരിശോധിച്ചിട്ട് അത് യുക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തി ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ ജയിക്കും. ഇല്ല, ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് തുടർഭരണമുണ്ടാകുമെന്നും വിവാദങ്ങൾ വിജയത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മുന്നണി മാറ്റ ചർച്ചകൾക്കായി എൻസിപി നേതാവ് മാണി സി കാപ്പൻ ഇന്ന് മുംബൈക്ക് പോയേക്കും. നാളെയാണ് ശരത് പവാർ ചർച്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നത്. പാലാ സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ LDF വിടണമെന്ന് കാപ്പൻ നിലപാട് അറിയിക്കും. പവാർ എതിർത്താലും മുന്നണി വിടാനാണ് സാധ്യത. പാലായിൽ മത്സരിക്കുമെന്ന് ഇന്നലെ കാപ്പൻ ആവർത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് അന്തിമ വാക്കെന്നും അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മന്ത്രി KT ജലീൽ. സാമ്പത്തിക കാര്യങ്ങളിൽ കാലങ്ങളായി പുലർത്തുന്ന സൂക്ഷ്മതയാണ് അന്വേഷണ ഏജൻസികൾ അരിച്ചുപെറുക്കിയ ഘട്ടത്തിൽ അനുഗ്രഹമായതെന്നും ആശങ്കയില്ല എന്നും KT ജലീൽ ന്യൂസ് 8നോട് പറഞ്ഞു. മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ അഗ്നിപരീക്ഷ വിജയിച്ചുവെന്നാണ് KT ജലീലിന്റെ വാക്കുകൾ. കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ അക്കൗണ്ടുകളാണ് അന്വേഷണ ഏജൻസികൾ ചികഞ്ഞതും അന്വേഷിച്ചതും. 10 പൈസയുടെ ക്രമക്കേട് പോലും അതിൽ അവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. നേരത്തെ തന്നെ എനിക്ക് ഒരാശങ്കയും തോന്നിയിട്ടില്ല. ഒരു ഘട്ടത്തിലും എനിക്കൊരാശങ്ക തോന്നിയിട്ടില്ല. കാരണം വസ്തുതയുടെ ഒരു നേരിയ അംശമെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആശങ്കപ്പെടേണ്ടതുള്ളൂ. താൻ പഠിച്ച പിന്നീട് പഠിപ്പിച്ച PSMO കോളേജിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പറ്റി പാർട്ടി എന്തു പറയുന്നു, അതാണ് അന്തിമ തീരുമാനം. ഞാൻ പഠിച്ച, പിന്നീട് കോളേജ് യൂണിയൻ്റെ ചെയർമാനായ, അതും കഴിഞ്ഞ് എനിക്ക് വോട്ട് ചെയ്ത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകനായി നിയമിതനായ സ്ഥാപനത്തിലേക്ക്, അധ്യാപന ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം. 2006 തെരഞ്ഞെടുപ്പിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാതിരുന്നൊരു ഘട്ടത്തിൽ നമുക്ക് താങ്ങും തണലുമായത് CPIM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തോ അത് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ അനുസരിക്കും. സമസ്തയുടെ മാസികയായ സത്യധാരയിൽ അഭിമുഖം വന്നതിൽ രാഷ്ട്രീയ കാരണങ്ങളില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം വരും. താൻ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന ആളാണെന്നും ജലീൽ.
നമ്മളോട് അഭിപ്രായം ചോദിക്കുന്നു, ആ അഭിപ്രായത്തിന് നമ്മൾ മറുപടി പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ടാവാം. അതിന് മറുപടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് നൽകുകയുമാവാം. അതേ പ്രസിദ്ധീകരണത്തിൽ തന്നെ അവരത് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മതസംഘടനകളുടെയും ജനവിഭാഗങ്ങളുടെയും വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നും KT ജലീൽ ഉറപ്പിക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. CPM പോളിറ്റ് ബ്യൂറോ യോഗം തുടരുന്നു. കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. കാർഷിക പ്രക്ഷോഭം അടക്കമുള്ള വിഷയങ്ങളും PB ചർച്ച ചെയ്യും. 30, 31 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായാണ് PB ചേരുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട PB റിപ്പോർട്ടിന്മേലും ചർച്ച നടക്കും. അടുത്ത വർഷം ചേരേണ്ട പാർട്ടി കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളും PB യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. വയനാട്ടിൽ സ്വകാര്യ റിസോർട്ടിലെ ടെന്റിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഷഹാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴേക്ക് മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും? മറ്റു വിവരങ്ങൾ എന്താണ്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഉച്ചകഴിഞ്ഞ് 1:45 ഇൻക്വസ്റ്റ് നടപടികൾ വയനാട്ടിൽ നിന്നും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ആംബുലൻസിൽ എത്തിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഷഹാനയുടെ ബന്ധുക്കളും വിദ്യാർത്ഥികളും അവരുടെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരുമൊക്കെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. ഷഹാനയുടെ പുറത്ത് ശാരീരികമായ മുറിവുകളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണകാരണത്തെ സംബന്ധിച്ചൊരു അവ്യക്തത തുടരുന്നുണ്ട്. ഒരുപക്ഷെ ആനയെ കണ്ട് പേടിച്ചതിൻ്റെ ഭാഗമായി ഹൃദയാഘാതമാണോ മരണകാരണത്തിലേക്ക് എത്തിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആധികാരികമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കണ്ണൂർ സ്വദേശിനി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റിസോർട്ട് അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സുരക്ഷിതമായ സാഹചര്യത്തിലല്ല റിസോർട്ടിന്റെ പ്രവർത്തനമെന്ന് കളക്ടർ പറഞ്ഞു. റിസോർട്ടിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് മേപ്പാടി പഞ്ചായത്തും വ്യക്തമാക്കി. ഇന്നലെ രാത്രി 7:30 വയനാട് എളമ്പിലേരിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണമുണ്ടായത്. റിസോർട്ടിന് പുറത്ത് സ്ഥാപിച്ച ടെന്റിൽ നിന്ന് ശുചിമുറിയിലേക്ക് പോയി വന്ന ഷഹാനിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് റിസോർട്ട് മാനേജർ പറയുന്നത്. ഉടനെ വിംസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് റിസോർട്ടിന്റെ പ്രവർത്തനമെന്ന് വിലയിരുത്തി. കൂടുതൽ അന്വേഷണത്തിന് കളക്ടർ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. റിസോർട്ട് അടച്ചുപൂട്ടാനും കളക്ടർ നിർദ്ദേശം നൽകി. വ്യക്തമായി അത് തദ്ദേശ സ്ഥാപനത്തിന്റെ സഹായത്തോടു കൂടി തഹസിൽദാരുടെയും ഫോറസ്റ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് എല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് ജനങ്ങളുടെ സുരക്ഷ ആദ്യം ഉറപ്പുവരുത്തിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുവദിക്കുകയുള്ളൂ. റിസോർട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് മേപ്പാടി പഞ്ചായത്തും വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. വന്യജീവി പ്രതിരോധത്തിൽ വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. രതീഷ് വാസുദേവൻ, News 18 വയനാട്.